അപ്പൊ ബിബി ഒരുപാട് സന്തോഷമാണ്. കാരണം അറിയോ, ഇതുപോലെ ചെടീന്റെ ഈ ഒരു കൂമ്പാരം ഒരുപാട് സന്തോഷം. കാരണം അറിയോ, എന്നോട് ഒരുപാട് പേര് ചോദിച്ചു. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തായിരുന്നു ഇതിന്റെ. അപ്പൊ ഒരുപാട് പേര് ചോദിച്ചു ഇത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞത് നമ്മളൊരു കൂട്ടുകാരന്റെ വീട്ടിലാണ്, ബിബിന്റെ വീട്ടിലാണ്. ബിബിന്റെ വീട്ടിലാ അതെ വീട്ടില്. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ഒരുപാട് ചെടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പറയാൻ പറ്റാത്ത അത്രയും ചെടികളുണ്ട്. കാരണം ഇത് എനിക്ക് തോന്നുന്നു ബിബി അന്ന് ഇത് ഈ ഇത്രയും ഒരു സംഭവം ആക്കിയത് ഏകദേശം ഒരു 5 വർഷം ഉണ്ടാവും അല്ലെ? 5-6 വർഷം അല്ലെ? അതാണ് സംഭവം. അറിയോ, എനിക്ക് ഇത് നമുക്ക് നമ്മളെ വീട് ഇതുപോലെ ആക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹം. കാരണം വെച്ചറിയോ, ഇതിനുള്ളിൽ പോയി ഇരിക്കണം. അധികം പറയുന്നത് സ്ഥലമില്ല, എല്ലാ സ്ഥലത്ത് ഉള്ള ചെടി വെച്ച് പിടിപ്പിക്കുക എന്നൊരു അഭിപ്രായമില്ല. കാരണം എന്റെ വീട്ടിലുണ്ട് ചെടിയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ചെങ്ങോത്ത് നമുക്ക് അത്യാവശ്യം കുറെ ചെടിയുണ്ട്. പക്ഷെ ഇത്രയൊന്നും ഇല്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞാല് വെറൈറ്റി മീനുകൾ ഇഷ്ടം പോലെ. നമുക്കൊന്ന് കണ്ടോലോ? വാ. ഇതിനുള്ളിൽ കേറുമ്പോണ്ടല്ലോ, ആഹാ എന്നാ തണുപ്പ് ബിബി. അപ്പൊ ഇതാണല്ലേ, ഇതാണ് എന്റെ ലോകം. അപ്പൊ ഇതൊക്കെ എങ്ങനെ ചേർന്നാണ്? ഇത് ആദ്യം കോഴിക്കോടായിരുന്നു. കോഴിക്കോടിന്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ചെടികൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചത് ആദ്യം. അപ്പൊ കോഴിനെ ഫുള്ള് ഒഴിവാക്കി അതിനുശേഷം ഫുള്ള് ചെടിയായി. കൊള്ളാം. അല്ല ഈ ചെടീന്റെ ഇതിലേക്ക് എങ്ങനെ വന്നു? പണ്ടേ ഒരു ക്രൈസ്. ആദ്യം മെയിൻ ആയിട്ട് വാട്ടർ പ്ലാന്റ് ആയിരുന്നു. വാട്ടർ പ്ലാന്റ് ഒരുവിധം എല്ലാം ഉണ്ടൊക്കെ ഉണ്ട്, ഒരുവിധം തേച്ചു ഉണ്ടൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ഇൻഡോർ പ്ലാന്റ് കാര്യങ്ങള് പിന്നെ അങ്ങനെ അതിന്റെ രീതിയിലേക്ക് പോയി. കൊള്ളാം. അപ്പോ നമുക്ക് എല്ലാം പരിചയപ്പെടുത്തോ ചെടികളൊക്കെ? ഒരു ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ. ഇതാണ് ഒരു കൂടാരമുള്ളേ. കൂടാരത്തിനുള്ളിൽ വാട്ടർ പ്ലാന്റ്. ഇതിനകത്ത് ഗപ്പി പ്ലാറ്റി സോൾട്ടൈല് ഓക്കെ നല്ല കുറച്ച് മീനുകൾ ഇതിനകത്തുണ്ട്. കയ്യിൽ കയറുമോ? കയ്യിൽ കയറും. തീറ്റ കൊടുക്കുമ്പോ അവരെല്ലാരും കൂടി ഒന്നിച്ചിങ്ങോട്ട് വരും. അതുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നതാണല്ലേ തീറ്റ കൊടുക്കുന്ന ഇതായതുകൊണ്ട് ഇങ്ങോട്ട് പേരില്ല. കൊള്ളാം. ഇതൊക്കെ വാട്ടർ പ്ലാന്റ് എല്ലാം സെപ്പറേറ്റ് മേടിച്ചു വെച്ചതല്ലേ? സെപ്പറേറ്റ് ഇങ്ങനെ ഓരോ സ്ഥലത്തും കൊണ്ടുവരും. കൊള്ളാം. ഒരുപാട് വർഷം എടുത്തോ ഇതൊക്കെ? ഏകദേശം ഒരു 5 വർഷം 6 വർഷത്തോളം. ഇങ്ങനെ ആയി വരാൻ വേണ്ടി 5 വർഷം എടുത്തു അന്നല്ലേ? അപ്പൊ ഇതൊക്കെ നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നല്ലേ? പ്ലാനൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. സൈഡിലിങ്ങനെ ഓരോന്ന് വെച്ച് പിടിപ്പിച്ചു. അതിൻ്റെതായ രീതിയിൽ വരുമ്പോൾ ഞാൻ അതിനെ കൈകാര്യം ചെയ്ത് ലെവലാക്കി. കൊള്ളാം. അല്ല ഈ എല്ലാ ചെടികളെ എവിടുന്നാ ഈ മറ്റേ കൊണ്ടുവരുന്നേ? ഇത്ര ചെടികൾ എവിടുന്നാ മേടിച്ചതൊക്കെ? ചില വീട്ടിലെല്ലാം പോകുമ്പോൾ കാണുമ്പോൾ അങ്ങനെ അവരോട് ചോദിക്കും. അങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യും. ഇതിന് ഇതിനകത്തുള്ള മീനുകളൊക്കെ അതുപോലെ തന്നെ ഗപ്പി, പ്ലാറ്റി, സോൾട്ടൈല്. കൂടുതലും ഗപ്പിയാണോ? കൂടുതലും ഗപ്പിയും പ്ലാറ്റിയും മെയിൻ ആയിട്ട്. ബിബി എന്ത് കുറെ ഉണ്ടാക്കിയതൊക്കെ ഉണ്ടല്ലോ? ഉണ്ടാക്കിയെന്ന് പറയുമ്പോ ഇതാ ഇത് ഒരു ക്യാനാണ്. ആ ക്യാനിലെ ഓട്ടോന്റെ ഒരു മോഡല് ഐറ്റംസ് ആക്കിയത് പോലെ ഒരുപാടുണ്ട്. റൂമിലുണ്ട് ഒരുപാടുണ്ട്. ചെടിയാണല്ലേ ഇതില്? ചെടി മെയിൻ ആയിട്ട്. ഇതെന്നാ പാമ്പെന്നൊരു ഇതുണ്ടോ? ഒരു പാമ്പിന് ഒരു മരക്കഷ്ണം അല്ലേ? പാമ്പിന്റെ രൂപത്തിലല്ലേ? പക്ഷെ അതിന്റെ പോളിഷ് അടിച്ച അടിപൊളിയല്ലേ? പോളിഷ് വർക്കൊന്നും അങ്ങനെയൊന്നുമില്ല. നമ്മളെ കിട്ടുന്ന ഒരു രീതിയിൽ കണ്ടീഷൻ ആ ഒരു പ്രകൃതിയിലുള്ള അത് തന്നെ. എനിക്ക് തോന്നുന്നത് കൂടുതലും ഗപ്പികളാണ് തോന്നുന്നല്ലേ? ഗപ്പിയും പ്ലാറ്റി ഏറ്റവും കൂടുതലുള്ളതല്ലേ? പിന്നെ ഇവിടെ കസേര ഇരിക്കാനൊക്കെ അല്ലേ? അപ്പൊ ഇത് നൈസായിട്ട് ഒരു കട്ടൻ എടുത്തോണ്ട് ഇങ്ങനെ ഇപ്പൊ ഈ ചെടി നിൽക്കുന്ന ഈ ചെടി വളർത്തിക്കുന്ന എത്ര സെന്റ് ആയിട്ടുണ്ടാവും? 3 സെന്റ് 4 സെന്റിൽ ഉണ്ടാവും. ഇത് മൊത്തം ഞാൻ അങ്ങനെ ചെയ്യേണ്ട ഒരു ഐഡിയയിലാണ് ഉള്ളത്. അങ്ങോട്ടേക്ക് ആടം വരെ ഉണ്ട്. ഇവിടെ വരെ ഗപ്പി ഉണ്ടല്ലേ? ഗപ്പി എല്ലാത്തിലും ഉണ്ടല്ലേ? ഇത് ഒരു വാഴ, അത് ഒരു ഫാൻസി വാഴയല്ലേ? ഒരുപാട് ചെടി ഉണ്ട്. ഇത് കാണുമ്പോ എല്ലാം കൊണ്ടാന്ന് തോന്നും. വാഴയും കുളക്കേശി മെയിൻ ആയിട്ട്. കുളക്കേശി ഏറ്റവും കൂടുതൽ. എന്ത് കുളക്കേശി ഏതാ? ഇതിന്റെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. 10-50 വെറൈറ്റി പറമ്പിലെ കാണുന്ന കൂട്ട. പറമ്പിൽ അതിന്റെ വേറെ വെറൈറ്റി. അതിന്റെ വലിയൊരു കളക്ഷൻ ഉണ്ട്. കളക്ഷൻ ഉണ്ടല്ലേ? നമ്മളെ മറ്റേ പറമ്പിൽ കാണുന്ന കൂട്ടല്ലേ? അതിന്റെ മൊത്തം കളക്ഷൻ അല്ലത്? ഒരുപാട് ഒരു 10-50 വെറൈറ്റി കണ്ടിട്ടുണ്ട്. 50 എണ്ണം. ഇതാണ് ഞാൻ കൂടുതൽ ഇത് നമ്മുടെ പറമ്പിലേക്കുള്ള. ഇത് കുറച്ചുകൂടി ബ്ലാക്ക് ആവും.
കുറച്ചും ബ്ലാക്ക് ആവും. കുറച്ചും ബ്ലാക്ക് ആവും. ആ വൈറ്റ് മേടിച്ചാണ് ബ്ലാക്ക് കുറഞ്ഞാണ് വേറൊരു. ആ വൈറ്റ് നമ്മൾ സാധാ നാട്ടിലുണ്ടാവുന്നത്. നാട്ടിലുണ്ടോ വൈറ്റ് അല്ലേ? സാധാ നോർമൽ. ഈ കസേര വെച്ചേക്കുന്നത് നമുക്ക് ഇരിക്കാനല്ലേ? ഇരിക്കാം. മഴയൊക്കെ വെച്ചോണ്ട് വെള്ളം ഇവിടെ ഇരുന്നാണല്ലോ സെറ്റാ. ഇന്നലെ മഴ പെയ്തതിന്റെ ആ ഒരു ഇത് കൊണ്ടാണ്. അത് കേട്ടോ. കുറച്ചുകൂടി ഇപ്പറെല്ലാം ചെടി സെറ്റാക്കാണ്ട്. എനിക്കൊന്ന് ഇവിടെയൊക്കെ ചെടി സെറ്റാക്കിയാ അടിപൊളിയാവും അല്ലേ? എല്ലാം വളരണല്ലേ? സമയം എടുക്കും. സമയം കിട്ടുന്നില്ല. ആ ബിരിയാണി ബിരിയാണി കിടന്ന ഒരുവിധ ഔഷധമുള്ള ചെടി ഇതല്ലേ? ഔഷധ ചെടി. ചട്ടികൾ ഇങ്ങനെ കട്ടിട്ട് ചട്ടിയിലേക്ക് മണ്ണ് പൊട്ടി മിക്സ് നിറച്ചിട്ട് ചെടി ഇങ്ങനെ വെക്കും. ഇതില് ബീബി കൊക്കിനെ ഉണ്ടാക്കിയിട്ടില്ലേ? ആ കുക്കിനെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? കുക്കിനെ അവിടെ ഇന്നുണ്ട്. ഈ താറാവിനെ ഉണ്ടാക്കിയത് താറാവിനെ ഉണ്ടാക്കിയ ബീബി ഉണ്ടാക്കിയതല്ലേ? ബുദ്ധൻ 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 ഈ ബുദ്ധനെ കൊണ്ടുവന്നു വാങ്ങിയതല്ലേ? കൊള്ളാം. പിന്നെ എയർ പ്ലാൻ കൊള്ളാം. സെറ്റപ്പ് അടിപൊളി. പലതരം ചെടി. ഇതിനുള്ള തണുപ്പ് ഇത് വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. പിന്നെ വേറെ ഫീലിംഗ് അല്ലേ? ഇതുപോലെ ആക്കി വരണമെങ്കിലേ ഭയങ്കര കഷ്ടപ്പാട് തന്നെയാ. പിന്നെ വൈനിങ്ങോട്ട് പോലെ ഗപ്പിയാണോ എനിക്ക്? ഇത് റിവ്യൂ ആക്കി എടുത്തല്ലേ? സെറ്റപ്പ് കേട്ടോ. അതിനകത്ത് പറയാൻ വേണ്ടിയുള്ള വേറെ മീൻ വലിയ ബിബി അവിടെ വെച്ചേക്കുന്ന മറ്റേ ബുദ്ധനല്ലേ? ചെറിയ ബുദ്ധൻ. അതിന് വെക്കാൻ പറ്റിയ പാറ കൊണ്ട് ഞാൻ സംഭവം ഉണ്ടായിട്ടെ. ഞാൻ അങ്ങനെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. ഞാൻ ഉണ്ടായിട്ടു. കൊക്ക് ഇതിനുള്ളിലും മൊത്തം കവർ ചെയ്തേക്കും അല്ലേ? എല്ലാം ഒന്ന് എടുത്ത് ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. സമയം കിട്ടുന്നില്ല. ഇവിടെ എല്ലാം ഒരു മൊത്തം ഇവിടെ നിന്ന് കേറുമ്പോ തന്നെ മൊത്തം ചെടിയാ. ഇനിയിപ്പോ പ്ലാൻ എന്നാ ബിബിന്റെ? ഇനി റിസോർട്ട് പോലെ ആക്കേണ്ട ഒരു റിസോർട്ട് പോലെ ആക്കി എടുക്കാനാ? സെറ്റപ്പ് ആട്ടോ. അതിന്റെ ഒരു ചെറിയൊരു അധ്വാനത്തിലുള്ളത്. പിന്നെ എല്ലാം കൂടി നമ്മളെ കൊണ്ട് പറ്റണ്ടേ? പറ്റണ്ടേ? എല്ലാ കാര്യം നോക്കണ്ടേ? കാരണം ബിബിൻ വർക്ക്ഷോപ്പില് നമ്മുടെ ബൈക്ക് വർക്ക്ഷോപ്പ് നടത്തുന്നതാണ് കേട്ടോ, നമ്മുടെ മഞ്ഞളാമ്പുറത്ത്. അപ്പോൾ ഈ വർക്ക്ഷോപ്പ് പണിയും ഈ ചെടിയും വന്നു കഴിഞ്ഞാൽ ഇവൻ എപ്പോഴും ഇതിനുള്ളിൽ തന്നെ ആയിരിക്കും അല്ലേ? മൊത്തത്തിൽ ഇവിടെ തന്നെ ആയിരിക്കും. അങ്ങനെ പോകാൻ എനിക്ക് തോന്നൂല. വീട്ടിൽ എനിക്ക് എവിടെയും പോകാൻ തോന്നൂല. കാരണം വെച്ചാല് എല്ലാ ദിവസവും ഇതിനെ അതുപോലെ പരിപാലിക്കുന്നു അല്ലേ? രാവിലെ എഴുന്നേറ്റ് രാവിലെ ഒരു 7 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഫുൾ എല്ലായിടത്തും എല്ലാം കൈകാര്യം ചെയ്തിട്ട് ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോകും. ഏകദേശം പോകുമ്പോൾ ഒരു 10 മണി 10:30 ഷോപ്പിലേക്ക് പോകും. കാരണം അറിയോ, ഇതിനോട് നമുക്ക് ഭ്രാന്തായ ഭ്രാന്ത് വെച്ചാൽ അതേപോലത്തെ ഭ്രാന്ത്, അതുപോലത്തെ ഭ്രാന്ത് വേണം. കാരണം ചിലർക്ക് വണ്ടിനോടായിരിക്കും ഭ്രാന്ത്, ചിലർക്ക് ഓരോ ബേസിലായിരിക്കും ഭ്രാന്ത്. ഈ സസ്യങ്ങളോടുള്ള ഈ പ്രകൃതിനോടുള്ള ഒരു ഭ്രാന്തില്ലേ, ആ ഭ്രാന്ത് ഭയങ്കര ഭ്രാന്താണ്. അറിയോ, നമുക്ക് ഭയങ്കര ആശ്വാസം കിട്ടുന്നു. രാവിലെ എഴുന്നേറ്റ് ഇവരെ ഇത് മൊത്തത്തിലൊന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിൽ നല്ലൊരു എനിക്ക് ആഗ്രഹമുണ്ട് ഇതുപോലെ ആക്കണം. എന്തായാലും ആക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെയ്യണം. ഇതെല്ലാം ബീഫ് നട്ടുപിടിച്ചാൽ മറ്റേ ഇല്ലി ചെറിയ അല്ലേ? ഇവന് ഇവിടെ ഒരു റൗണ്ട് പോലെ അല്ലേ, ഒരു ആർച്ച് പോലെ മൊത്തം പച്ചപ്പായിട്ട് ഉള്ളോട്ട് കയറാൻ ഇതാക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് കെട്ടുക ചെയ്യണ്ടേ? കുറച്ച് മൊത്തം ചെടികളൊന്ന് ഇതാക്കിയിട്ട് ഒഴിവാക്കിയിട്ട് സൈഡിൽ നിന്ന് കെട്ടിയിട്ട് ഇങ്ങനെ ഒരു ആർച്ച് പോലെ ആക്കിയിട്ട് അതിന് ചെടി കയറ്റി സെറ്റ് ആക്കണമെന്നുണ്ട്. ഗോൾഡൻ ബാമ്പു അല്ലേ? കുറച്ച് റേറ്റിലൊരു സാധനം അല്ലേ? അങ്ങനെ പറഞ്ഞ ഭംഗിയാണ് കുറച്ചും വളരണം കേട്ടോ, കുറച്ചും വലിപ്പം വെക്കണം, നല്ല ഭംഗിയാവും. മൊത്തത്തിൽ ഇങ്ങനെ സൈഡ് മൊത്തം വെക്കേണ്ടത്. ഈ സൈഡ് ഫ്രണ്ട് അതിനെ പറഞ്ഞില്ലേ, ഇവിടെ നമുക്ക് വുഡ് ആൻഡ് ടൈൽ വെക്കാൻ എന്തിനാ പറയാൻ അറിയോ? വുഡ് ആൻഡ് ടൈൽ വെച്ചിട്ട് സംഭവിച്ചില്ല ഓൾറെഡി ബീബിന് ഇവിടെ എല്ലാം ചെടി വളർത്തൂലേ. അപ്പൊ ഈ വുഡ് ആൻഡ് ടൈലും ഈ പച്ചപ്പും കൂടെ ഭയങ്കര കോമ്പിനേഷനാണ്, നല്ല ഭംഗിയുണ്ടാവും. പിന്നെ കാരണം ഇവിടെ നമ്മള് ഒരു കളം പോലെ ഇതിനുള്ളിൽ ചെടി നടന്നു, അവിടെ ചെടി നടന്നു, പിന്നെ എന്തായാലും ബീബി ചെടിയായിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ 45 പീസം പോയിക്കാണല്ലോ. നമ്മള് വുഡ് ആൻഡ് ടൈലിൽ പോയി കഴിഞ്ഞാൽ അത് പ്രത്യേക ഭംഗിയുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വുഡ് ആൻഡ് ടൈൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട്. എന്തായാലും അല്ല, നിനക്ക് വിട്ടാ നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യാം. അതെ, ഓക്കെ. ചെടീൻ്റെ കളക്ഷൻ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ വന്ന് നോക്ക്. മറ്റേ റൂട്ടൊന്ന് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ റൂട്ടെന്നാ അപ്പോൾ നമ്മൾ കാക്കയാടുന്ന് കുറുക്കമുക്കെത്തുക, കുറുക്കമുക്കെന്ന് നേരെ കയറി പാറക്കണ്ടം ചോദിച്ചാൽ ബിബിൻ്റെ വീട്ടിൽ നിന്ന് ചോദിച്ചാൽ മതി. പാറക്കണ്ടത്തേര് എൻ്റെ പേര് പറഞ്ഞാൽ അധികം മനസ്സിലാവും. ഓക്കെ. മറ്റേ ഇവിടെ കുറെ പേര് കാണാൻ വരാറില്ലേ? അത്യാവശ്യം ആൾക്കാർ വരുത്തുന്നുണ്ടല്ലേ? ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിന്റെ ഒരു ഇതിനകത്ത് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ ഇതിനുള്ളിൽ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ ഇനി ഇവിടെ 2 ആഴ്ചത്തോളം നമ്മളിവിടെ പണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പല ചെടികളെ കുറിച്ച് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓക്കെ.